ഹായ് സുഹൃത്തുക്കളെ, ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് ഒരു സ്വീറ്റ് കോൺ കഴിക്കാൻ പോവാണ്. ഇവിടെ സ്വീറ്റ് കോൺ ഉണ്ടാക്കുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എടുത്താൽ എന്താന്ന് തോന്നി. ഏതാ വാങ്ങുന്നത് കേട്ടോ ഷേപ്പാ? ചേട്ടാ ഏതൊക്കെയുള്ളത്? बटर पेपर मिक्सी चिल्ली चाट के मसाले बटर पेपर मिक्सी चिल्ली चाट पैसा ഏതാ വേണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചോ. ഫൈസിൽ എടുക്കട്ടെ മിക്സിയിൽ എടുക്കട്ടെ മിക്സഡ് എടുത്തോ. അതാ ടേസ്റ്റ്. മിക്സിയിൽ ടേസ്റ്റ് ഉണ്ട്. മിക്സഡ് ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശരി, എന്നാ എടുക്കുക ചേട്ടാ, എടുക്കേ കാട്ടാ. മീഡിയം മതി. ഒരെണ്ണം മതി. മീഡിയം മതി. മസാല എന്താ ചേർക്കുന്നത്? അത് മിക്സി മിക്സഡാ. ചേട്ടൻ നാളെ എവിടെയാ? അത് കാസർഗോഡ്. കാസർഗോഡാ? കാസർഗോഡ് എത്ര കാലം ഇവിടെ? ഒരു മാസം അല്ല, എത്ര കാലം ഇവിടെ താമസിക്കുന്നത്? ഒരു മാസമായോ? ഒരു മാസമായിട്ടേ ഉള്ളൂ. ശരി, നാട്ടിൽ ചെയ്യാറില്ലേ ഇത്? ഞങ്ങള് ആദ്യം കണ്ടപ്പോ വിചാരിച്ചു വേറെ അല്ലേ, ഉത്തരേന്ത്യയിലിട്ട ആളാണ് വിചാരിച്ചല്ലേ. നാട്ടിലെന്താ ചെയ്യാതെ ഇവിടെ വന്ന്? ഓരോ സമയം ഓരോന്ന്. ഇത് കൂടെ വേറെന്താ ജോലി ഉണ്ടോ? ഇതാണ് ഉപജീവന മാർഗം അല്ലേ? ഇതാണ് ഉപജീവന മാർഗം. മൈക്ക് കൊടുക്ക അവിടെ. കാസർഗോഡ് എവിടെയാ ചേട്ടാ? കാസർഗോഡ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം. എത്ര ചാർജ്? 50 രൂപ. ഓക്കെ, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. മൈക്ക് കുടിക്കും. ബട്ടർ എടുക്കണല്ലോ. എങ്ങനെയുണ്ട്? ബട്ടറിന്റെ ഒക്കെ ഒരു ടേസ്റ്റുള്ള മിക്സ് ആണ്. ബട്ടർ ഒരു എരിവ് ഒക്കെ ഉള്ള ഒരു മിക്സ് ആണ്. ബട്ടർ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. ബീച്ചിന്റെ ഒരു ഭാഗം കേട്ടോ. ഇവിടെ കണ്ടല്ല തിരമാലകള്, നിങ്ങൾ ബാക്കിലേ നോക്കിയാൽ കാണാം. വാ, നിന്നെ കൂടി വാ. തിരമാലകളെ നോക്കി നമുക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. നിങ്ങൾ തിരമാലകൾ നോക്കി ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ആസ്വദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ബോട്ടൊക്കെ വരുന്നുണ്ടോ? ഹായ് സുഹൃത്തുക്കളെ, ഇത് നല്ല ടേസ്റ്റ് കേട്ടോ എന്നാ പറഞ്ഞത്. ഓക്കെയാണ്. ഇതിലെന്തൊക്കെയാ ചേർത്ത് പറഞ്ഞത്? മിർച്ചി മസാല, പിന്നെ വേറെ എന്തൊക്കെയോ മസാലകളാണ് അവർ ചേർത്ത്. ബട്ടറാ കൂടുതലുള്ള. ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ചേട്ടാ ഒരു സ്പൂൺ തരുമോ? വേണ്ട വേണ്ട. ഇവിടെ കഴിച്ചോളൂ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ? നീ പിന്നെ ഇതിന്റെ കോഴിന്റെ ആളാണോ അല്ലേ? ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ട്. സുഹൃത്തുക്കളെ, ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായി കിടക്കുന്നുണ്ട്. അതായത് ബീച്ചിന്റെ ഈ കോസ്റ്റൽ ഏരിയ കൂടെയുള്ള റോഡുണ്ട്. ആ റോഡിന്റെ മുഖതാറ് തന്നിട്ട് അങ്ങ് വരക്കൽ വരെ വിശാലമായി കിടക്കുകയാണ് ബീച്ച്. എത്ര കിലോമീറ്ററിന്റെ അറിയില്ല, ഏകദേശം ഒരു 5-8 കിലോമീറ്റർ ഇല്ലേ? 5-8 കിലോമീറ്റർ ഇങ്ങനെ ബീച്ച് നിറഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഫുഡ് സ്ട്രീറ്റുകളുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പല ഫുഡ് സ്ട്രീറ്റുകളൊന്ന് പരീക്ഷിച്ച് നോക്കി, സ്ട്രീറ്റ് ഫുഡുകളൊക്കെ പരീക്ഷിച്ച് നോക്കി. എല്ലാം മികച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ ഞങ്ങളെ ബീച്ചിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ വ്ളോഗ് കൂടി അവസാനിക്കുകയാണ്. അപ്പം എന്തൊക്കെയോ ഷേബ് പറയണ്ടായിരുന്നു, എന്തൊക്കെ പറയുള്ളത്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ പറഞ്ഞ വാക്ക് ഞങ്ങൾ ചെയ്യാം കേട്ടോ. ബൈ.